നമസ്കാരം. പതിരും കതിരും. പ്രായം നോക്കിയാൽ പിണറായിക്കും മന്ത്രി കൃഷ്ണൻകുട്ടിക്കും വയസ്സ് 79 ഉണ്ട്. നവകേരള രഥയാത്രയിൽ വില്ലന്റെ ചിരിയോടെ പിണറായി വിജയൻ മുന്നിൽ കറങ്ങുന്ന കസേരയിട്ടിരിക്കുമ്പോൾ സമപ്രായക്കാരനായ കൃഷ്ണൻകുട്ടി പുറകിലത്തെ സീറ്റിലിരുന്ന് ആടി ഉലയുകയായിരുന്നു. കൃഷ്ണൻകുട്ടി സെക്യുലർ ആയതുകൊണ്ട് കറങ്ങുന്ന കസേരയുമില്ല, ഇറങ്ങാൻ ലിഫ്റ്റുമുണ്ടായില്ല. പിണറായി വിജയം കഥകളിയിൽ മിനുക്കുവേഷത്തിൻ്റെ റോളാണ് കൃഷ്ണൻകുട്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴുമേ കാണാൻ കിട്ടൂ. തിരുവമ്പാടിയിൽ ഇലക്ട്രിസിറ്റി ഓഫീസ് അടിച്ചു തകർത്ത പ്രതികളുടെ വീട്ടിലെ കണക്ഷൻ വിച്ഛേദിച്ച സംഭവത്തിൽ കൃഷ്ണൻകുട്ടി MDക്കും ജീവനക്കാർക്കും കട്ട സപ്പോർട്ടായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് പോയ DYFIക്കാരെ മുഖ്യമന്ത്രി സംരക്ഷിച്ചതുപോലെ പ്രതികൾ യൂത്ത് കോൺഗ്രസ്സുകാരായിരുന്നതിനാൽ ഉടനടി പ്രതികാരം ചെയ്യാൻ വകുപ്പിന് കഴിഞ്ഞു. LCO ഏരിയ കമ്മിറ്റിയോ SFIയുടെ പിള്ളേരോ ആയിരുന്നെങ്കിൽ പള്ളിവാസലിലെ കറണ്ട് എല്ലാം കൊണ്ട് വീട്ടിൽ കൊടുത്തേനെ. തല്ലുകൊണ്ട ജീവനക്കാരെ കക്കാടംപൊയിലേക്ക് സ്ഥലം മാറ്റിയേനെ. മക്കൾ തെറ്റ് ചെയ്താൽ അപ്പൻ്റെ ഫ്യൂസ് ഉരുന്ന പ്രതികാര ചിന്ത എങ്ങനെയുണ്ടായി വൈദ്യുതി വകുപ്പിൽ? മന്ത്രി പറയുന്നത് ഇനിയും ജീവനക്കാരെ അടിക്കില്ലെന്ന് ഉറപ്പു തന്നാൽ കണക്ഷൻ കൊടുക്കാമെന്നാണ്. ഇതെന്താ വസ്തു കച്ചവടമോ വാടക ചീട്ടോ ആണോ? 500 രൂപയുടെ പത്രത്തിൽ സമ്മതപത്രം എഴുതി കൊടുക്കാൻ. അടിക്ക് സിവിൽ നിയമങ്ങൾ ഒന്നും തന്നെ ബാധകമല്ലെന്ന് ഈ പാവം മന്ത്രിക്ക് അറിയില്ല. ഇലക്ട്രിസിറ്റി ബോർഡിലുള്ള ജീവനക്കാർ ഏറെ പ്രയാസപ്പെട്ടവരാണെന്നും കൃത്യനിർവഹണത്തിൻ്റെ ഇടയിൽ ഒരുപാട് പേർ മരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറയുന്നു. അതെല്ലാം പരമമായ സത്യമാണ്. എന്നാൽ ജീവനക്കാരുടെ അനാസ്ഥ കൊണ്ട് എത്ര പേരുടെ ജീവൻ പോയി എന്ന് മന്ത്രിക്കറിയാമോ? പ്രതികൾ അക്രമം കാണിച്ചെങ്കിൽ അവർക്കെതിരെ കേസെടുത്ത് വിചാരണ നടത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ജീവനക്കാരെ ന്യായീകരിക്കാൻ വന്ന മന്ത്രിക്ക് സമ്മർദ്ദം കൂടിയപ്പോൾ പറയേണ്ടി വന്നു, അടിക്കില്ല എന്ന് ഉറപ്പ് തന്നാൽ കരണ്ട് കൊടുക്കാമെന്ന്. ഇനിയും അടിക്കാൻ വന്നാൽ കരണ്ടടിപ്പിച്ച് കൊല്ലാൻ ഒരു ഉത്തരവിറക്കണം. പ്രതികൾ മുമ്പും വൈദ്യുതി ചാർജ് കുടിശ്ശിക വരുത്തിയവരാണെന്നാണ് മറ്റൊരു കുറ്റം. 1000-ഓ 2000-ഓ അടയ്ക്കാൻ കഴിയാത്തവരൊക്കെ പരനാറികളും ഇരട്ടത്തിരിക്കേണ്ടവരുമാണ്. കൂടുതൽ കുടിശ്ശിക വരുത്തിയവരെല്ലാം പ്രമാണിമാരും സർക്കാരിൻ്റെ സ്വന്തക്കാരും. പല സർക്കാർ ഓഫീസുകളിലും അക്രമികൾ കയറിയിട്ടുണ്ട്. അവരോടെല്ലാം അതാത് വകുപ്പുകൾ പ്രതികാരം ചെയ്യുന്ന പുതിയ വിദ്യ കൃഷ്ണൻകുട്ടിയുടെ വകുപ്പ് എവിടെ നിന്നും പഠിച്ചു? പണ്ട് തോട്ടിയുമായി പോയ കുറ്റത്തിന് MVD ഇലക്ട്രിസിറ്റിക്കാരുടെ ജീപ്പിന് ഫൈൻ അടിച്ചിരുന്നു. അവിടെ ഫ്യൂസ് ഊരാൻ ചെന്നിട്ട് എന്തായി? കോടികളുടെ വൈദ്യുതി കുടിശ്ശികയുള്ള വാട്ടർ അതോറിറ്റിയെ നിങ്ങൾ എന്തു ചെയ്തു? കൂടുതലൊന്നും ഞെളിയണ്ട, വെള്ളത്തിൽ നിന്നാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത് എന്നവർ പറയും. നിയമസഭ തല്ലിത്തകർത്തവർ മുദ്രപത്രത്തിൽ എഴുതി കൊടുത്തിട്ടാണോ പിന്നീട് അവിടെ കയറിയത്? ഇനിയുള്ള കാലം ഞങ്ങൾ മര്യാദക്കാരായി കൊള്ളാമെന്ന്. ആ വകയിൽ ഇടതുപക്ഷം എത്രയാണ് കെട്ടിവെച്ചത്? ശിവൻകുട്ടിയെ ഇനി നിയമസഭയിൽ കേട്ടില്ല എന്ന് വാശി പിടിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞോ? അന്നത്തെ ആ ഘോരശിവനിത അഘോരമൂർത്തിയായി മന്ത്രിക്കുപ്പായം അണിഞ്ഞ് മര്യാദക്കാരനായി അവിടെ ഇരിക്കുന്നു. അന്നത്തെ കുന്തിളിപ്പുകാർക്കെല്ലാം എതിരെ കേസുണ്ട്. അത് കോടതി നോക്കിക്കൊള്ളും. KSRTC ബസ് വഴിയിൽ തടഞ്ഞ് ഗുണ്ടായിസം കാണിച്ച മേയറും ഭർത്താവും മുദ്രപത്രത്തിൽ എഴുതി കൊടുത്തിട്ടാണോ അവരുടെ ജോലിയിൽ തിരിച്ചു കയറിയത്? മെമ്മറി കാർഡ് മോഷ്ടിച്ച് ഡ്രൈവർ യദുവിനെ തെറിയും പറഞ്ഞ് ബസിൻ്റെ ട്രിപ്പ് മുടക്കിയ സച്ചിൻ ദേവ് MLA നാളെ ഒരു KSRTC ബസ്സിൽ കയറാൻ വന്നാൽ ഈ മന്ത്രി പറയുമോ ഉറപ്പ് തരാതെ ബസ്സിൽ കയറ്റില്ല എന്ന്? സ്വന്തം ജീവനക്കാർക്ക് വേണ്ടി വാദിക്കുന്ന കൃഷ്ണൻകുട്ടിയുടെ മര്യാദ പോലും ശമ്പളം കിട്ടാതെ ജോലി ചെയ്ത യദുവിനോട് ഗണേഷ് കുമാർ കാട്ടിയിട്ടുണ്ടോ? കരമടച്ചില്ലെങ്കിൽ വീട് ഇടിച്ചു നിരത്തുന്നതിനായി നാളെ മുതൽ പഞ്ചായത്ത് സെക്രട്ടറിമാർ ബുൾഡോസറുമായി വന്നാൽ എന്താകും സ്ഥിതി? കൃഷ്ണൻകുട്ടിയും പിണറായി വിജയൻ്റെ ശൈലി ഒന്ന് അനുകരിച്ചതാണ്. ജനതാദൾ സെക്കുലർ ആയതുകൊണ്ട് മുഖത്തൊരു മയമൊക്കെ ഉണ്ട് എന്ന് മാത്രം. പ്രതികൾ CPMകാരോ അവരുടെ വീട്ടുകാരോ ആയിരുന്നെങ്കിൽ അന്തിച്ചർച്ചയിൽ വന്നിരുന്ന് ചാവേറുകൾ മോങ്ങിയേനെ. വകുപ്പ് മന്ത്രിയെ കണക്കറ്റ് തെറി വിളിച്ചേനെ. തങ്ങൾ ചെയ്യുന്ന കൊലപാതകങ്ങളും തെമ്മാടിത്തരങ്ങളും ഒഴിച്ച് വേറെ ആരെന്ത് ചെയ്താലും അവരൊന്നിച്ചിറങ്ങും പ്രതിരോധിക്കാനായി. പിണറായിക്കും മകൾക്കുമെതിരെ ശബ്ദിച്ചാൽ ശത്രുവിൻ്റെ വസ്തു വളക്കാൻ ആളെ വിടുന്ന സർവേ ഡിപ്പാർട്ട്മെൻറ്റും വിജിലൻസും ഇവിടെയുണ്ട്. അപ്പോൾ പിന്നെ സ്വന്തം ജീവനക്കാരെ തല്ലിയാൽ കരണ്ട് നൽകില്ലെന്ന് പറയാൻ അവർക്കും അധികാരമുണ്ട്. അങ്ങനെ ഓരോരുത്തരും അവരുടെ അധികാരങ്ങൾ പ്രയോഗിക്കട്ടെ. ഏതെങ്കിലും ഒരുത്തൻ ഒരു സർക്കാർ ഓഫീസിൽ ചെന്ന് കസേര തല്ലിയൊടിച്ചാൽ മതി, ബാക്കി കസേരകളും കമ്പ്യൂട്ടറും എല്ലാം ജീവനക്കാർ തന്നെ തല്ലി തകർക്കും. ക്യാമറ ഉണ്ടെങ്കിൽ അവരത് ഓഫ് ചെയ്യും. അതോടെ വകുപ്പ് അങ്ങ് വലുതാകും. നഷ്ടപരിഹാരത്തിൻ്റെ വ്യാപ്തിയോ കൂടും. നമ്മുടെ മന്ത്രിസഭയിൽ മുഖ്യൻ്റെ പ്രായത്തിൽ
ഇങ്ങനെ ഒരു മന്ത്രി കൂടി ഉണ്ടെന്ന് പുതിയ തലമുറ അറിഞ്ഞല്ലോ ഈ സംഭവത്തോടെ. ഈ വിഷയത്തിൽ ചില സൈബർ ചാവേറുകൾ പ്രതികരിക്കുന്നത് കാണുമ്പോൾ തലയറിഞ്ഞ് ചിരിക്കാൻ തോന്നും. മക്കളെ നന്നായി വളർത്തണമെന്നാണ് അവരുടെ ഉപദേശം. അല്ലെങ്കിൽ അപ്പനും അമ്മയും ഇരുട്ടത്തിരിക്കേണ്ടി വരും. പക്ഷേ പണ്ട് കോടിയേരിയുടെ കാര്യം വന്നപ്പോൾ പറഞ്ഞത് അങ്ങനെയായിരുന്നില്ല. മുതിർന്ന മക്കൾ തെറ്റ് ചെയ്യുന്നതിന് പിതാവ് എന്ത് ചെയ്യുമെന്നായിരുന്നു ചോദ്യം. ചോദ്യങ്ങൾക്കൊന്നും ഒരു പഞ്ഞവുമില്ലാത്ത കാലത്താണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകൾ ജീവിക്കുന്നത്.